ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എൻ്റെ ക്രിസ്മസ് എക്സാം ആൻസർ പേപ്പർ റിവീലിംഗ് ആണ്, അതായത് മാർക്ക് റിവീലിംഗ് എന്ത് വേണം പറയാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്ത ആൾക്കാർ ലൈക്ക് അടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എനിക്ക് ഓവറോൾ എല്ലാ എക്സാം അല്ല, ഏകദേശം എല്ലാ എക്സാം ആവറേജിൽ കൂടുതലുള്ള എക്സാം എനിക്ക് ടഫായിരുന്നു ഞാൻ എഴുതിയപ്പോൾ. പിന്നെ ഞാൻ വിചാരിക്കാത്ത സബ്ജക്റ്റിൽ നല്ല മാർക്കും വിചാരിച്ച സബ്ജക്റ്റിൽ കുറവ് മാർക്കാണ് എനിക്കുള്ളത്. പിന്നെ മാത്സിൽ എന്തായാലും ഫുള്ള് കുറവാണ് ഗൈസ്, കുറവാണ് ബിക്കോസ് അത്രക്കും ടഫുണ്ടായി. പിന്നെ ഫിസിക്സ് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഫുള്ള് വട്ട ഇട്ടിട്ടുണ്ടായത്, അതും ഞാൻ വിചാരിക്കാത്ത മാർക്കാണ്. പിന്നെ കെമിസ്ട്രി ഓവറോൾ എല്ലാവർക്കും ഈസി ആയിരുന്നു, പക്ഷെ എനിക്ക് മാർക്കില്ല, അത്രേ ഉള്ളൂ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ അറേഞ്ച് ആക്കി വെച്ചതൊന്നുമല്ല, റാൻഡമായിട്ട് പറയാമെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ബോട്ടണിയിൽ എനിക്ക് എന്താണ് തെറ്റിയത് വെച്ചാൽ, 4 പോയിൻറ്റ്സ് എഴുതേണ്ട സ്ഥലത്ത് 3 പോയിൻറ്റ്സ് എഴുതിയിട്ടു, അങ്ങനെ കാല് മാർക്ക് പോയിട്ടാണ് ഗൈസ്. പിന്നെ ചിലത് കൺസെപ്റ്റ് അറിയാത്തതുകൊണ്ട്, പിന്നെ ചില സ്ഥലത്ത് എൻ്റെ മിസ്റ്റേക്കാണ് വെച്ചാൽ ഇത് കാണുന്നുണ്ടോ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ആക്കാൻ പഠിച്ചിട്ട് പോയതാണ് ഗൈസ്. ബട്ട് അവിടെ പോകുമ്പോഴത്തേനും എനിക്കത് മറന്നു. ഞാൻ ശരിക്കും മേലത്തേൻ്റെ കാട്ടി കൂടുതൽ GMൻ്റെ കാട്ടി GEAC അതിൻ്റെ എക്സ്പാൻഡാണ് പഠിച്ചിട്ട് പോയത്. പക്ഷെ അത് ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും മറന്നു. അങ്ങനെ കുറേ സാധനം മറന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കുറച്ച് മാർക്ക് പോയത്. അതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ബോട്ടണിയിൽ കണ്ടോ 27 ഗൈസ്. എന്താണ് ഗൈസ് ആക്കുന്നത്? അപ്പോൾ ഗൈസ് എനിക്ക് ബോട്ടണിയിൽ 27 കാല് കാണുന്നുണ്ടോ ഗൈസ്? വെരി ഗുഡ് ഉണ്ട് ഗൈസ്. എന്തിനാണോ അറിയില്ല, 3 മാർക്ക് കുറവുണ്ടായിട്ട് വെരി ഗുഡ് ഇട്ടുണ്ട് ടീച്ചർ. താങ്ക് യു ടീച്ചർ. അപ്പോൾ ബോട്ടണി കഴിഞ്ഞു ഗൈസ്. ഇനി നെക്സ്റ്റാണ് മാത്സ് വേണ്ട, മാത്സ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഫിസിക്സ് ഗൈസ്. ഫിസിക്സ് ഞാൻ എക്സാം എഴുതിയിട്ട് വരുമ്പോൾ എനിക്ക് നല്ല ടഫുണ്ടായി. ഞാനൊന്നും എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് ആൻസർ പേപ്പർ കിട്ടുമ്പോൾ ഞാൻ നെട്ടിപ്പോയി ഗൈസ്. മാർക്ക് കണ്ടു 58 ഗൈസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല 58 മാർക്ക് കിട്ടുന്നത്. ഞാൻ ഇവിടെ ചിത്രത്തിൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്, കാണുന്നുണ്ടാന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട് ഗൈസ്. പിന്നെ ഫിസിക്സിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഡെറിവേഷൻസ് ഒന്നും വന്നിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ഗൈസ് കൂടുതൽ ആൾക്കാരുടെ മാർക്ക് പോയത്. നമുക്ക് ആകെ 2 മാർക്ക് പോയത് എന്തിനാണോ എന്തോ അറിയില്ല. പിന്നെ ഗൈസ് ഇതിൻ്റെ പ്രിസത്തിൻ്റെ ഡെറിവേഷൻ ഉണ്ടായി, ഞാൻ പഠിച്ചിട്ടുണ്ടായി, ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് നല്ലതായി. പിന്നെ ഒരു ഡെറിവേഷനിൽ അതേടെ താഴെ ഗൈസ്. അയ്യോ ഞാൻ പറഞ്ഞ ഡെറിവേഷൻ ഗൈസ്, ഈ ഡെറിവേഷൻ ഉണ്ടല്ലോ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിൻ്റെ, അതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡെറിവേഷനാണ്. അത് ഞാനവിടെ എത്തുമ്പോഴത്തേന് മറന്നിട്ടുണ്ടായി ഗൈസ്. അപ്പോൾ മറന്നത് കൊണ്ട് ഞാൻ അത് മറന്നിട്ടുണ്ടായി ഗൈസ്. പിന്നെ ലാസ്റ്റ് എന്ത് ഇക്വേഷൻ കിട്ടും അത് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ മേലോട്ട് ഡെറിവ് ചെയ്തിട്ട് പോയി, ഭാഗ്യത്തിന് 3 മാർക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെയാണ് ഗൈസ് ഇതിൻ്റെ ഗ്രാഫ് കണ്ടോ ഇവിടെ. ഇത് ഗ്രാഫ് ചോദിച്ചിട്ടുണ്ട്, ഇത് ഏത് ഗ്രാഫാണ് ശരിയെന്ന്. എനിക്ക് അറിയുന്ന എല്ലാ ഗ്രാഫും ഞാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും ഫസ്റ്റ് വെച്ച ഗ്രാഫ് ശരിയായതുകൊണ്ട് അതിന് മാർക്ക് കിട്ടി ഗൈസ്. ഭാഗ്യം ഞാനത് ഫസ്റ്റായിട്ട് വെച്ചത്. പിന്നെ 1/f അതുണ്ടായി. പിന്നെ ഉണ്ടായ ഡെറിവേഷനാണ് ഇത്, ഒരു ചെറിയ ഡെറിവേഷൻ DLVൻ്റെ. പിന്നെ ഗൈസ് എൻ്റെ കുളംസ് ലോൻ്റെ ഫോഴ്സും 2ഉം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അതും പിന്നെ അതിലുള്ള ആൻസറും ശരിയായി ഗൈസ്. ഞാൻ വിചാരിച്ചിട്ടില്ല, ഞാൻ ആൻസർ കീ നോക്കിയിട്ടുമില്ല, അതാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇതും ശരിയായി ഗൈസ്. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല, ട്രാൻസ്ഫോമറിനെ പറ്റി.
അപ്പോൾ ഫിസിക്സിൽ ഞങ്ങൾക്ക് 60-ൽ 58. എനിക്ക് സന്തോഷമായി ഗൈസ്. പിന്നെ നെക്സ്റ്റാണ് കെമിസ്ട്രി ഓവറോൾ എല്ലാവർക്കും ഈസി ആയിരുന്നു, ബട്ട് എനിക്ക് ടഫായിരുന്നു ഗൈസ്. എന്തിനാണ് അറിയില്ല. ഇനിയാണ് ഗൈസ് കെമിസ്ട്രിയിലാണ് എനിക്ക് ഏറ്റവും കുറച്ച് കുറവുള്ള മാർക്ക്. മാത്സിനെ അപേക്ഷിച്ച് മാത്സിനെ വിട്ടിട്ട്, ബിക്കോസ് മാത്സ് ടഫായിരുന്നു അതുകൊണ്ടാണ് മാർക്ക് പറഞ്ഞത്, ഇത് ഈസി ആയിരുന്നു അതുകൊണ്ടാണ് മാർക്ക് പറഞ്ഞത്, അങ്ങനെ പറയാം. ഈ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് ചിരി വരും ഗൈസ്, ബിക്കോസ് ഇത് ഫുള്ള് റെഡാണ് ഗൈസ്. റെഡ് ഇപ്പോൾ കാണിച്ചതാ ഗൈസ്, ഇവിടെ കണ്ടോ, ഫുള്ള് ടീച്ചർ തന്നെ ഇതല്ല അതെന്ന് പറഞ്ഞിട്ട് എഴുതി തന്നു ഗൈസ്. പിന്നെ ഈ ഗ്രാഫ്, ഈ ആക്ടിവേഷൻ എനർജീൻ്റെ ഗ്രാഫ് ഞാൻ ബുക്കിൽ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഓർമ്മ ഉണ്ടായത് ഒരു തല കുത്തനുള്ള യു, അപ്പോൾ ഞാനത് വരച്ച് വെച്ചിട്ടുണ്ടായി. അതിന് 1/2 മാർക്ക് കിട്ടിയിരുന്നു ഗൈസ് ഞാൻ വരച്ച് വെച്ചതിന്. പിന്നെ E=EC ഇക്വേഷൻ ഉണ്ടല്ലോ ഗൈസ്, അത് ഞാൻ അവിടെ പോയപ്പോൾ മറന്നു ഗൈസ്. ഞാൻ ശരിക്കും ഇവിടെ പഠിച്ചിട്ട് പോയത് അങ്ങനെ അറിയാം, അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് പോയത്, പക്ഷേ ഞാനത് മറന്നിട്ടുണ്ടായി ഗൈസ്. പിന്നെ ഫ്യൂവൽ സെല്ലിൻ്റെ അതും ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി, അത് ഞാൻ മറന്നിട്ടുണ്ടായി. അപ്പോൾ അതൊന്നും എഴുതാൻ പറ്റില്ല. ഞാൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിച്ചിട്ട് പോയത് കൊണ്ടാണ് എനിക്ക് കുറച്ചങ്ങ് മാർക്കുള്ളത്, ബിക്കോസ് ഞാൻ പഠിച്ചത് കുറേ ഇതിലുണ്ട്. ശരിക്കും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് ബെസ്റ്റ്. ഫസ്റ്റ് ഞങ്ങൾക്ക് തോന്നുന്നത് ഈസി, അതെന്ത് ചാപ്റ്റർ, അത്ര വലിയ ചാപ്റ്റർ പഠിക്കാനും കഴിയുന്നില്ല, ഒന്നുമില്ല. ബട്ട് പഠിച്ചപ്പോൾ അതാണ് ഏറ്റവും ഈസി ചാപ്റ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. നല്ല രസമായിട്ട് നമ്മൾ പഠിച്ചെടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. സൊല്യൂഷൻ കഴിഞ്ഞിട്ട് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നല്ല ഈസി ഒരു ചാപ്റ്ററാണ് ഗൈസ്. ഞാൻ ബാക്കിൽ പോകുമ്പോൾ ഇങ്ങനെ ഇതാണ്. പിന്നെ SN1 SN2 വന്നതുകൊണ്ട് എനിക്ക് 3 മാർക്ക് കിട്ടി. അത് ഏത് ചാപ്റ്ററാണ്? അത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് ഗൈസ്. പിന്നെ ഇതെപ്പോഴും വരുന്നതുകൊണ്ട് ഇപ്പോഴും വന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടി. ഓർഗാനിക്കിലാണ് ഗൈസ് ഇവിടെ കൂടുതൽ തെറ്റിട്ടുള്ള. ടീച്ചറുടെ ഫുള്ള് ഏരിയയിൽ തന്നിട്ടുണ്ട് ഗൈസ്, മാർക്കൊന്നും തന്നില്ല, എഴുതി തന്നിട്ടേ ഉള്ളൂ. പിന്നെ എന്താണ് ഗൈസ്, പിന്നെ ഇത് വരക്കാനുള്ളതുകൊണ്ട് വരക്കാനുള്ളതെല്ലാം എനിക്ക് മാർക്കുണ്ട് ഗൈസ്, ബിക്കോസ് ഞാൻ വരച്ച് പഠിച്ചിട്ടൊന്നുമില്ല. വരക്കാനുള്ളത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായി. പിന്നെ ഓർഗാനിക് റിയാക്ഷനിൽ എനിക്ക് എന്താണ് അറിയാൻ തെറ്റിയത് പറഞ്ഞാൽ, ഇതിൻ്റെ ഫസ്റ്റത്തെ ഓർമ്മ ഉണ്ടാവില്ല, ഇതിൻ്റെ ലാസ്റ്റത്തെ ഓർമ്മ ഉണ്ടാവും. എൻ്റെ ലാസ്റ്റത്തെ ഓർമ്മ ഉണ്ടായാലും എൻ്റെ ഫസ്റ്റത്തെ ഓർമ്മ ഉണ്ടാവില്ല. അതാണ് ഞാൻ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാത്തതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കിട്ടാത്തത്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണം. അപ്പോൾ കെമിസ്ട്രി ഇത്രയുണ്ട്. ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷിൻ്റെ പറ്റി പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഈസി എക്സാം ആയിരുന്നു. ഇത്ര എക്സാമിനെല്ലാം അപേക്ഷിച്ച് ഇംഗ്ലീഷ് ഈസി ആയിരുന്നു. ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മൾ ലാസ്റ്റ് യൂണിറ്റ് ചാപ്റ്റേഴ്സും വന്നിട്ടുണ്ട് ഗൈസ്, 2 ചാപ്റ്റേഴ്സ്, മറ്റേ പോസ്റ്റ് അർലി ഫോർ ക്രിസ്മസും മറ്റേത് ഏതൊരു ചാപ്റ്ററും വന്നിട്ടുണ്ട് ഗൈസ്, ഇപ്പോൾ ഓർമ്മയുള്ളത്. പിന്നെ ഫസ്റ്റ് എന്താണ് ഗൈസ്, എനിക്ക് ഇവിടെ മാർക്ക് കുറയാനുള്ള മെയിൻ റീസൺ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ഗൈസ്. അതെനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. എനിക്ക് വങ്കാരി മാതേൻ്റെ സ്പെല്ലിംഗ് അറിയില്ല, 2 ശരിയുള്ളൂ. ടീച്ചർ 2 ശരിയിട്ട് വെച്ചിട്ട് ഗൈസ്, ഇങ്ങനെ എഴുതിയാലും ശരി ഇങ്ങനെ എഴുതിയാലും ശരി. അപ്പോൾ ശരിക്കും ഞാൻ ലാസ്റ്റ് ദിവസം സൈലമിൻ്റെ ക്ലാസ് കണ്ടുപോയതാണ്, അവർ പറഞ്ഞതെല്ലാം വന്നിന്. ഞാൻ ശരിക്കും വങ്കാരി മാതേൻ്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, വെൻസ് ആപ്ലിക്കേസ് പ്ലാന്റഡ്, അത് സ്കിപ്പ് ചെയ്യാനാണ് ഉണ്ടായത്. ഇച്ചിരി ചാപ്റ്റർ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പഠിച്ചിട്ട് പോയതാണ് ഗൈസ്. ശരിക്കും ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഗ്രാമർ മിസ്റ്റേക്കാണ് ഗൈസ്, അത് 1 മാർക്ക് പോയി, പക്ഷെ അത് ഓപ്ഷണലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാത്തിലും 4 മാർക്ക് കിട്ടണമെങ്കിൽ 4 മാർക്കിന് കണ്ടു ഗൈസ്. 4 മാർക്കിന് ഞാൻ ഇത്ര വലിയ ആൻസർ ചെയ്തില്ല ഗൈസ്, ഞാൻ നിർത്തിപ്പോയി കണ്ടപ്പോൾ. പിന്നെ ഇവിടെ ഒരു 1/2 മാർക്ക് പോയി ഗൈസ് ഇംഗ്ലീഷിൽ. ഗ്രാമറാണ് ഗൈസ് എനിക്ക് മിസ്റ്റേക്സ്, പിന്നെ ബാക്കിയൊന്നും അത്ര മിസ്റ്റേക്സ് ഒന്നുമില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്കേ ഉള്ളൂ. പിന്നെ ഗൈസ് എനിക്ക് അറിയാത്തത് എന്താ വെച്ചാൽ, എൻ്റെ ജോബ് ആപ്ലിക്കേഷനിൽ 1/2 മാർക്ക് കുറഞ്ഞിന്, എന്തിന് അറിയില്ല, ബിക്കോസ് ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ 1/2 മാർക്ക് കുറഞ്ഞിന് ഗൈസ്. ജോബ് ആപ്ലിക്കേഷനിൽ ഉണ്ടായതെല്ലാം ഞാൻ അങ്ങനെ തന്നെ തേച്ച് വാരി എഴുതിയതാണ്. പിന്നെ 8 മാർക്കിൻ്റെ അങ്ങനത്തെ
ഞാൻ ഫസ്റ്റത്തെ എന്തുകൊണ്ട് സ്പീച്ച് ചെയ്താണ്, ഞാൻ സ്പീച്ച് ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് ആ രണ്ടുണ്ടാവില്ല, അതാണ് ഗൈസ് എഴുതിയ. ബാക്കത്തെ നോയ്സ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഗൈസ്. അപ്പോൾ ഇവിടെ 8 മാർക്കിൽ 1 മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് ഇംഗ്ലീഷിൽ 76 ഔട്ട് ഓഫ് 80 കേൾക്കുന്നുണ്ടാ ഗൈസ്. 76 ഔട്ട് ഓഫ് 80. അത് കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ശരിയാക്കാം എന്നതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് മേജർ പ്രോബ്ലമിൽ, അപ്പോൾ അതൊക്കെ. ഇനിയാണ് സെക്കൻഡ് ലാംഗ്വേജ്. ടീച്ചറുടെ കയ്യിൽ നല്ല പങ്കിൽ കിട്ടിയതാണ് സെക്കൻഡ് ലാംഗ്വേജ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജിൽ എനിക്ക് 1 വേർഡ് മാത്രമാണ് ഗൈസ് പോയത്. ഐ ഡോണ്ട് നോ, എനിക്ക് 1 വേർഡ് ഗൈസ് എനിക്ക് അറിയായിരുന്നു, പക്ഷേ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാർക്ക് അതിൻ്റെയാണ് ഗൈസ് പോയത്. രണ്ടെണ്ണം തെറ്റിച്ചപ്പോൾ 2 മാർക്ക്. ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പോയമോ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ ഇത് ചാപ്റ്റർ ഔട്ട് ഓഫ് സിലബസ് അല്ല ഞാൻ വിചാരിച്ചു ഗൈസ്. പിന്നെ അത് മനസ്സിലായത് ഫസ്റ്റ് ചാപ്റ്ററിന്. പിന്നെ അത് ഞാൻ നോക്കിയിട്ട് ശരിയാക്കി ഗൈസ്. അപ്പോൾ അതിൽ നിന്ന് 1 മാർക്ക് പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ 1 വേർഡിൽ പോയിട്ടു. അപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജിൽ 78 ഔട്ട് ഓഫ് 80. 80നോട് എന്തോ ബന്ധമുണ്ട് ഗൈസ്, അതാണ് ഗൈസ്. എല്ലാത്തിലും 88. അപ്പോൾ 78 ആണ്. അത് നമുക്ക് ശരിയാക്കാം 1 വേർഡല്ലേ. ഇനിയാണ് ഗൈസ് സുവോളജി ഞാൻ അറിഞ്ഞിട്ട് കുറേ എണ്ണം തെറ്റിച്ചിന്. പിന്നെ ആ കുത്തിയിട്ടിട്ട് കുറേ എണ്ണം തെറ്റിച്ചിന്. അതായത് 6ാമത്തേത് അത് ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല ഇതൊരു ക്വസ്റ്റ്യൻ, ബട്ട് എവിടെ നിന്ന് വന്നതറിയില്ല. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസാണ് ഗൈസ് എനിക്ക് തെറ്റിയത്. പിന്നെ അങ്ങോട്ട് പോയിട്ട് 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ആകുമ്പോൾ കുറേ ഒന്നും മാർക്കൊന്നും പോയില്ല. 1 വേർഡിലാണ് എൻ്റെ മാർക്ക് ഫുള്ള് പോയത്. ആകെ എത്ര മാർക്കിനുള്ള അപ്പോൾ ഒരേ മാർക്ക് പോയില്ല. അറിയില്ല ഗൈസ് എത്ര മാർക്കാണ് ഗൈസ് പോയതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ എഴുതിയപ്പോൾ ബോട്ടണി കുറേ എഴുതി എന്ന് പറഞ്ഞ്, ബട്ട് വന്ന് നോക്കിയപ്പോൾ സുവോളജി കുറച്ച് എഴുതിയെന്ന് തോന്നുന്നു. പക്ഷെ പേപ്പർ കിട്ടിയപ്പോൾ സുവോളജി കുറച്ച് എഴുതിയിട്ടുള്ളൂ ഗൈസ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്ക് സുവോളജിയിൽ 26.5 ആണ് ഗൈസ്. 26.5. അപ്പോൾ സുവോളജിയിൽ 26.5. ഈ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് മാത്സിൽ ഞാൻ ഫസ്റ്റ് തന്നെ മാർക്ക് കാണിക്കുന്നില്ല, കാണിച്ചരാ. മാർക്കല്ല, കണ്ടോ ഗൈസ് പേപ്പർ തെറ്റ് ഫസ്റ്റ് തന്നെ കുറേ തെറ്റുണ്ട് ഗൈസ്. അതിനെത്തി പറയുന്നത് കേൾക്കരുത് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് തെറ്റ്. റിഫ്ലെക്സീവും ട്രാൻസിറ്റീവ് നമുക്ക് അറിഞ്ഞിട്ട് ഞാൻ ടിക്ക് ചെയ്തത് റിഫ്ലെക്സീവും ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ എഴുതിയത് റിഫ്ലെക്സീവ് ഓൺലി, അതാണ് എൻ്റെ തെറ്റ്. അങ്ങനെ കുറേ എണ്ണം തെറ്റിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തതിലെല്ലാം കുറേ മാർക്ക് കിട്ടിന്. എന്നാലും ഞാൻ മാത്സിൽ പ്രതീക്ഷിച്ചതിൻ്റെ കാട്ടി കൂടുതൽ മാർക്കുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഞാൻ ഒഴിവാക്കാമെന്ന് വിചാരിച്ചത്. ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പഠിച്ചിട്ട് പോയത്, അതിൽ 4 മാർക്ക് കിട്ടി. പിന്നെ കുറേ തെറ്റുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് തെറ്റാണ് ഗൈസ്, കണ്ടോ. അതിലൊന്നാണ് ശരി 1 മാർക്കിൻ്റെ, ബാക്കി ഫുള്ള് തെറ്റാണ് ഗൈസ്. അപ്പോൾ എനിക്ക് മാത്സിൽ ഫസ്റ്റ് 25 ഇട്ടിട്ടുണ്ടായി ഗൈസ്. 25.5. അയ്യോ ഇത് കാട്ടിക്കുന്നത് 25 ഇട്ടിട്ടുണ്ടായി ഗൈസ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എണ്ണുമ്പോൾ 2 മാർക്ക് കിട്ടി. പിന്നെ 1 മാർക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾക്ക് ടോട്ടലായിട്ട് 30.5. 60ൽ 30.5 ഗൈസ്. നമുക്കിത് ശരിയാക്കണം, ബിക്കോസ് നല്ല ടഫ് ഉണ്ടായ എക്സാം ആയിരുന്നു ഗൈസ്. ഒന്നും എഴുതാനും പറ്റിയില്ല. ഫസ്റ്റ് എൻ്റെ കോൺഫിഡൻസ് എല്ലാം ബ്രേക്കായി ഗൈസ്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കുറച്ച് പാസ്സാവുന്ന കുട്ടികൾക്ക് പാസ്സാവുന്നത്രയും ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് കുറച്ച് കുറയണം, അങ്ങനെ ചിന്തിച്ചിട്ട് എഴുതണം. ഇതെന്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നത് ഗൈസ്, എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് 30.5 ഗൈസ്. നിങ്ങളുടെ മാർക്കെല്ലാം എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.